ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 8ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്ന വാദഗതികൾ. ഇതൊരു ദീർഘമേറിയ പഠന പരമ്പരയാണ്. ഈ പഠന പരമ്പര ആദ്യം മുതൽ തന്നെ പഠിക്കേണ്ടത്, അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചില വിഷയങ്ങൾ വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടും. അപ്പോൾ ആദ്യം ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, വിവരണങ്ങളും പിന്നീട് ലഘുവായി മാറും. അതുകൊണ്ട് ആദ്യം മുതലേ പഠിക്കുക, മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മാറ്റിവെക്കുക, അവിടെ വയ്ക്കുക. പക്ഷെ പിന്നീട് ഉള്ള അവതരണങ്ങളിൽ ഈ വിഷയം വളരെ ലഘൂകരിക്കപ്പെടും. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ നാം പല വാദഗതികൾ, ഇവിടെ ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തിൻ്റെ നടുവിലാണ്. ഈ ഭൂമിയിൽ ഒരു സർവേ നടത്തിയാൽ വളരെ ചെറിയ 10% താഴെ പോലും വരില്ല, 5% താഴെ പോലും വരില്ല യഥാർത്ഥ ദൈവവിശ്വാസികൾ, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. പലരും ചൂണ്ടിക്കാട്ടുന്ന നിഷേധവാദങ്ങൾ പൊള്ളയാണ്. ദൈവമില്ല എന്ന് പറയാൻ പലരും ചൂണ്ടിക്കാട്ടുന്ന വാദങ്ങൾ, അവർ പരാമർശിക്കുന്ന വാദഗതികൾ പൊള്ളയാണ്, അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് അങ്ങനെ ലോകത്ത് ജീവിക്കുന്ന ദൈവവിശ്വാസി ഈ ഒരു പോർക്കളത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ വാളുകൾക്ക് മൂർച്ച വേണം, നമ്മുടെ വാക്കുകൾക്ക് ജ്ഞാനം വേണം, നമ്മൾ പറയുന്നതിൽ ബോധ്യം വേണം, ന്യായം വേണം. അതിനാണ് ഈ പഠനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ഈ പഠനം വളരെ പ്രധാനമാണ്. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്ന പഠന പരമ്പരയുടെ 8ാമത്തെ അവതരണത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ അവതരണത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകളായി സൃഷ്ടിയെ കാണിച്ചു തരും. ഇതിൽ 2 വാദങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ വാദം കാരണവാദം, കോസ്മോളജിക്കൽ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള കാരണം. ഒരു ഫലമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു ഫലം നമ്മൾ കണ്ടാൽ, ഒരു ശബ്ദം കേട്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. രണ്ടാമത് രൂപകൽപ്പനയുടെ വാദം. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, ബുദ്ധിയോടുകൂടി, ന്യായത്തോടുകൂടി, സൂക്ഷ്മബുദ്ധിയോടുകൂടി, സത്യസന്ധമായ ഹൃദയത്തോടുകൂടി, അറിയണം, കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, മനസ്സിലാക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി നാം അന്വേഷിച്ചാൽ പ്രപഞ്ചത്തിൽ ഒരു രൂപകൽപ്പന, ഒരു ഡിസൈൻ എല്ലാ മേഖലയിലുമുണ്ട്. അത് ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയുടെ കൃത്യമായ അതിൻ്റെ ചലനം, അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ചുറ്റിത്തിരിയൽ, അതിൻ്റെ ഭ്രമണം, അതിൻ്റെ മറ്റ് അന്തരീക്ഷത്തിലെ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് ദൈവം ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ പൊട്ടിത്തെറിച്ച് സ്വാഭാവികമായി താനേ ഉണ്ടായതാണെന്ന് പറയുന്നതിൻ്റെ മൂഢത്വം. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത് ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യൻ മൂഢനാണ്. അപ്പം ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല. ഇപ്പം ലോകത്തിലെ, പ്രകൃതിയിലെ അത്ഭുതങ്ങളെ നമ്മൾ വാസ്തവത്തിൽ പരിശോധിച്ചാൽ അത് വ്യക്തമായി തെളിയിക്കും. ഒരു രൂപകൽപ്പന ഒരു ഉദ്ദേശത്തെ കാണിക്കും. ഒരു വസ്തുവിൻ്റെ രൂപം കണ്ടാൽ, അതിൻ്റെ ഡിസൈൻ കണ്ടാൽ അത് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഒരു ചുറ്റിക കണ്ടാൽ അത് ആണിയടിക്കാനും ആണി ഇളക്കെടുക്കാനും ഒക്കെയാണെന്ന് അറിയാം. ഒരു രൂപകൽപ്പന കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന് വ്യക്തമാണ്. അത് പ്രകൃതിയിൽ നോക്കിയാലും കാണാൻ കഴിയും. ഇപ്പം എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവീക മനസ്സ്, ഒരു ദൈവീക ചിന്ത, ഒരു ദൈവിക മനസ്സ് ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടെന്ന് ബുദ്ധിയുള്ള പരിണാമവാദികൾ വരെ സമ്മതിച്ചു കഴിഞ്ഞു. ഇത് വെറുതെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഉണ്ടാകില്ല. ഈ ഉറുമ്പ് വരിവരിയായിട്ട് മഴക്കാലത്തിന് വേണ്ടി ആഹാരം ശേഖരിക്കുവാൻ വേണ്ടി ശ്രമീകരിക്കുന്നത്, പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ പൂക്കളും പുല്ലിലും താമരകളിലും കാറ്റിലും മഞ്ഞിലും മഴയിലും എല്ലാമുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഇപ്രകാരം പ്രവർത്തിക്കാൻ, രൂപകൽപ്പന ചെയ്യാൻ, ക്രമീകരിക്കാൻ, ആവിഷ്കരിക്കാൻ ഒരു മനസ്സ്, ഒരു ചിന്ത, ഒരു ജ്ഞാനമുള്ള മനസ്സ്, ബുദ്ധി വൈഭവമുള്ള മനസ്സ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അത് മനുഷ്യൻ കാണണം. ഇപ്പോൾ ഈ പ്രകൃതിയിലെ ക്രമം കാണുമ്പോൾ ഇത് ആശയക്കുഴപ്പത്തിൽ നിന്നും ആകസ്മികമായിട്ടുണ്ടായതല്ല. ക്രമമില്ലാത്ത ഒന്നിൽ നിന്ന് ക്രമമുണ്ടാകില്ല. ബുദ്ധിയില്ലാത്ത ഒന്നിൽ നിന്ന് ബുദ്ധി ഉള്ളതൊന്നും ഉണ്ടാകില്ല. എല്ലാം ഒരു ബുദ്ധി, എവിടെയും നോക്കിയാൽ ഒരു ബുദ്ധി വൈഭവം കാണാം ആ രൂപകൽപ്പനയുടെ പിന്നിൽ. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞത്. ആ രൂപകൽപ്പനയുടെ പിന്നിൽ ഒരു രൂപകൽപ്പകനുണ്ട്, ഡിസൈൻ ചെയ്ത വ്യക്തിയുണ്ട്. പ്രപഞ്ചത്തിലുടനീളം കാണുന്നത്, റേഡിയോ എടുത്താലും, വാച്ച് എടുത്താലും, കമ്പ്യൂട്ടർ എടുത്താലും, മൊബൈൽ എടുത്താലും, എന്തെടുത്താലും അതിൻ്റെ പിന്നിൽ അത് രൂപകൽപ്പന ചെയ്ത ഒരാളുണ്ടെന്ന് കാണാം. ഇതൊന്നും താനേ ഉണ്ടാകുന്നതല്ല. അതിൻ്റെ പിന്നിൽ അത് പ്രവർത്തിച്ച ബുദ്ധി വൈഭവമുണ്ട്.
ഈ പ്രകൃതിയിലെ ആ ക്രമം തന്നെ പരിശോധിച്ചാൽ അത് പദാർത്ഥത്തിൽ വരുന്നതല്ല ക്രമം. സൂര്യൻ കൃത്യമായി ചരിക്കുന്നു, ഭൂമി അതിന് ചുറ്റിത്തിരിയുന്നു, മറ്റ് ഗ്രഹങ്ങൾ കൃത്യസ്ഥലത്ത് നിൽക്കുന്നു, ആവശ്യമായ വെള്ളവും വായുവും വെളിച്ചവും ഓക്സിജനും മറ്റു വായുകളും എല്ലാം മനുഷ്യന്റെ വാസത്തിന് യോഗ്യമായ നിലയിൽ ഭൂമിയിൽ ലഭിക്കുവാൻ തക്കുള്ള രീതിയിൽ സൗരയൂഥത്തിൽ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ താനേ ഉണ്ടായതല്ല. പദാർത്ഥങ്ങൾക്ക് ബുദ്ധിവൈഭവമില്ല. മണ്ണിന് ബുദ്ധിയില്ല, മരത്തിന് ബുദ്ധിയില്ല, പദാർത്ഥങ്ങൾക്ക് ബുദ്ധിയില്ല, വായുവിന് ബുദ്ധിയില്ല, വെള്ളത്തിന് ബുദ്ധിയില്ല. അതുകൊണ്ട് പദാർത്ഥങ്ങളിൽ നിന്നല്ല മനുഷ്യൻ ഉത്ഭവിച്ചത്. പദാർത്ഥങ്ങൾക്ക് ബുദ്ധിവൈഭവമില്ല. ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, ചിന്തിക്കാനും ആലോചിക്കാനും അപഗ്രഥിക്കാനും കൂട്ടുവാനും കുറയ്ക്കുവാനും കണക്കാക്കാനും സംസാരിപ്പാനും ചില സമയം സംസാരിക്കാതിരിക്കാൻ തീരുമാനിക്കാനും എല്ലാമുള്ള കഴിവുള്ള മനുഷ്യൻ ഈ പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിക്കില്ല. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രപഞ്ച രഹസ്യം അറിയാനുള്ള താക്കോൽ. പ്രപഞ്ച രഹസ്യം നമ്മെക്കുറിച്ച് അറിയാൻ, സകലത്തെക്കുറിച്ച് അറിയാനുള്ള താക്കോൽ ദൈവമാണ്, ദൈവവിശ്വാസമാണ്. ഇതിൻ്റെ പിന്നിലുള്ള മനസ്സിനെ കണ്ടെത്തുകയാണ്. ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തോടു കൂടി പരിശോധിക്കണം. ഇതാണ് സഭാപ്രസംഗം ചെയ്തത്. ആദ്യം ദൈവത്തെ മാറ്റി നിർത്തി പരിശോധിച്ചപ്പോൾ മായ ഒന്നിനും അർത്ഥം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവത്തോടു കൂടി ചിന്തിച്ചപ്പോഴാണ് താൻ എല്ലാത്തിൻ്റെയും പൊരുൾ മനസ്സിലാക്കിയത്. ഇപ്പം എല്ലാത്തിൻ്റെ ഉദ്ദേശം, എല്ലാം ഒരു പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും, ദൈവത്തെ നമ്മുടെ ചിന്തയുടെ നടുവിൽ കൊണ്ടുവന്നാൽ. ഇപ്പോൾ വാസ്തവമായി പറയുകയാണെങ്കിൽ ഒരു അവിശ്വാസിക്കാണ് ഏറ്റവും അധികം വിശ്വാസം വേണ്ടത് ഇന്നത്തെ കാലത്ത്. അവൻ പറയുന്ന വാദഗതികൾ വിശ്വസിക്കണമെങ്കിൽ കുരങ്ങളിൽ നിന്ന് മനുഷ്യരുണ്ടായെന്നും പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്നും പദാർത്ഥങ്ങളിൽ നിന്നുണ്ടായതാണെന്നും ഒരു വലിയ മുഴക്കത്തിൽ നിന്നുണ്ടായതാണെന്നും ഈ പ്രകൃതിയെന്നും ഈ ക്രമമെന്നും പറയാനായിട്ട് അവിശ്വാസിക്കാണ് വലിയ വിശ്വാസം വേണ്ടത്. അത് പക്ഷേ അവൻ്റെ അന്ധവിശ്വാസമാണ്. പിന്നെ നമ്മൾ കണ്ട വാദഗതി കുറച്ച് ബുദ്ധിമുട്ടുള്ള വാദഗതിയാണ്. നമ്മൾ പറയുകയുണ്ടായി, ദൈവമെന്ന ചിന്തയിൽ നിന്നുള്ള വാദം, അതിനെ ജീവതത്വശാസ്ത്രം എന്ന് വിളിക്കാം, ഓണ്ടോളജിക്കൽ. പലരും കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വാദമാണ്. ആ വാദത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ദൈവം എന്ന ചിന്ത പദാർത്ഥങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരില്ല. മനുഷ്യൻ പദാർത്ഥമാണ്, മനുഷ്യൻ വെറും പരിണമിച്ചുണ്ടായതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ദൈവമെന്ന ചിന്ത, ഈശ്വര സങ്കല്പം എങ്ങനെ വന്നു? ദൈവമെന്ന സങ്കല്പം എങ്ങനെ വന്നു? അതെങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ അത് ഗർഭം ധരിച്ച് ഉത്ഭവിച്ച് രൂപീകരിക്കപ്പെട്ടു? പദാർത്ഥത്തിൽ നിന്ന് എങ്ങനെ ആ വിഷയം വന്നു? ദൈവമില്ലെങ്കിൽ അതെങ്ങനെ സാധിക്കും? ഇപ്പം മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് ഇവിടെ നിന്ന്. ദൈവം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വമില്ല എങ്കിൽ വെറും ഭാവനയാണ്, സങ്കല്പമാണ്, മനുഷ്യന്റെ മനസ്സിൽ തോന്നിയ ഒരു തോന്നലാണ് ദൈവമെങ്കിൽ ആ തോന്നൽ എവിടെ നിന്ന് വന്നു? വെറുതെ തോന്നൽ വരില്ല. ഈ സങ്കല്പം, ചിന്ത എവിടെ നിന്ന് വന്നു? ഇപ്പം ദൈവമുണ്ട്, എവിടെയോ ഉണ്ട്. അങ്ങനെ ചിന്തിക്കാൻ ദൈവം മനുഷ്യൻ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. അപ്പം ഈ ഒരു വാദഗതി തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദൈവം എന്ന വാക്കുകൊണ്ട് മനുഷ്യർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം എന്ന ചിന്ത മനുഷ്യന് വന്നത്? അത് എവിടെ നിന്ന് വന്നു? ഇപ്പൊ ദൈവത്തിന്റെ അസ്തിത്വം എന്ന ചിന്ത ദൈവത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന, ദൈവത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചിന്തയിൽ നിന്നാണ്. ദൈവം എന്ന ചിന്ത ദൈവം വാസ്തവമായതുകൊണ്ടാണ്, ദൈവം സത്യമായത്, ഉണ്മയായതുകൊണ്ട്, ദൈവം എന്ന സത്വം സത്യമായതുകൊണ്ടാണ് മനുഷ്യൻ ആ ചിന്തയിലേക്ക് വന്നത്. അത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ദൈവമുണ്ട്, അതുകൊണ്ടാണ് ഈ വാക്ക് ഉത്ഭവിച്ചത്. പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. ദൈവമുണ്ട് പ്രപഞ്ചത്തിൽ, സകലത്തിൻ്റെ പിന്നിൽ കാരണഭൂതനായി, അവൻ്റെ അദൃശ്യ സാന്നിധ്യ ലോകം മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ ഈ വാക്ക് വന്നത്. ഇപ്പോൾ ഏറ്റവും ഉന്നതമായൊരു അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമാകുന്നത് അപ്രകാരമുള്ള അസ്തിത്വം ഉള്ളത് കൊണ്ടാണ്. ദൈവമെന്ന അസ്തിത്വം, ദൈവമെന്ന ചിന്ത മനുഷ്യർ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറ്റവും ഉന്നതമായ ചിന്തയാണ്. സാധാരണ മനുഷ്യർ ദൈവം എങ്ങനെ ചിന്തിക്കും? ആ ചിന്തയുടെ ഉറവിടം എന്താ? അപ്പം ഇതിലും വലിയൊരു ഉണ്മ, സത്വം മനുഷ്യന് ചിന്തിക്കാനില്ല. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വരുന്നുണ്ട്, ദൈവമേ എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ദൈവം ആരെന്ന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, പക്ഷെ ദൈവം ഉണ്ട് എന്ന ചിന്ത അവിടെ ഉണ്ട്. അപ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദൈവമില്ല എന്നാൽ ഇല്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉന്നതമായൊരു അസ്തിത്വ ചിന്ത ഉത്ഭവിക്കില്ല. ദൈവമില്ല എന്നാണ് ഒരു പക്ഷേ ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ചിന്തയോടെ ദൈവമില്ലെങ്കിൽ വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ ഈ ചിന്തയ്ക്ക് ഒരിക്കലും സ്ഥാനമില്ല.
ഇപ്പോൾ തികവുള്ളത് അത് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ കണ്ടെത്തിയ ചിന്ത എന്താണ്? തികവുള്ള, പൂർണ്ണതയുള്ള, നിത്യതയുള്ള, സർവജ്ഞാനിയായ, സർവശക്തനായ, സകലത്തെയും കഴിയുന്ന, സകലത്തെ വഹിക്കുന്ന ഒരു ദൈവം എന്ന ചിന്ത മനുഷ്യൻ എങ്ങനെ വന്നു? അതെവിടെ നിന്ന് വന്നു? ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആരും ദൈവമെന്ന് ചിന്തിക്കാറില്ല. ദൈവമില്ലെന്ന് ചിന്തിക്കില്ല ഒരു മനുഷ്യനും, ദൈവമുണ്ടെന്ന ഉണ്മ ഉൾക്കൊണ്ട ഒരു മനുഷ്യനും. ഇപ്പോൾ പരമോന്നതൻ പൂർണ്ണതയുള്ളവൻ്റെ ചിന്ത തെളിയിക്കുന്നത് ആ അസ്തിത്വത്തെയാണ്. അപ്പൊ ഇത് വളരെ വളരെ വിസ്മയിപ്പിക്കുന്ന, ആകാംക്ഷ വരുത്തുന്ന ഒരു അവസ്ഥയാണ്. മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യൻ വെറും പദാർത്ഥത്തിൽ നിന്ന്, കുഴഞ്ഞ മണ്ണിൽ നിന്ന്, ചേറ്റിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പരിണമിച്ച് പൊട്ടിത്തെറിച്ച് ഈ പരിണാമത്തിലൂടെ സംഭവിച്ച ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യനെങ്കിൽ അവൻ എന്തിനാ ദൈവം? ദൈവമെന്ന ചിന്ത അവൻ എന്തിനാണ് ആവശ്യം? ഈ പദാർത്ഥത്തിൽ മനുഷ്യർ എങ്ങനെ ദൈവം എന്ന ചിന്തയുണ്ടായി? കാരണം മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. സ്പർശനം, രുചി, നാവ്, സുഗന്ധങ്ങൾ അല്ലെങ്കിൽ മണക്കുവാനുള്ള കഴിവ്, കേൾക്കുവാനുള്ള കഴിവ്, കാണുവാനുള്ള കഴിവ്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ പടർന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചല്ലാതെ മനുഷ്യന് സങ്കല്പിക്കാനും ആലോചിക്കാനും കഴിയില്ല. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രമേ മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ, ആലോചിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ദ്രിയ ഗോചരമല്ലാത്തതാണ് പക്ഷെ ദൈവത്തെ നമുക്ക് തൊടാൻ പറ്റില്ല, രുചിക്കാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല, ദേശബ്ദം കേൾക്കാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണ് ദൈവം എന്ന സങ്കല്പത്തിൽ വന്നത്? അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമല്ലേ ദൈവം? ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവില്ല. മനുഷ്യ സങ്കല്പങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവനകൾക്കുള്ള കഴിവ് അപഗ്രഥിക്കാം, കൂട്ടിച്ചേർക്കാം, ഏകീകരിക്കാം, അല്ലെങ്കിൽ ഭേദഗതി വരുത്താം. ഇങ്ങനെയുള്ള കഴിവുകൾ മാത്രമേ ഉള്ളൂ. ഒന്നിനെ സൃഷ്ടിക്കാൻ മനുഷ്യന്റെ ഭാവനയ്ക്ക് കഴിയില്ല. അവൻ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഉള്ള എന്തെങ്കിലും നിന്നും അവൻ ക്രമീകരിച്ച് അതിനെ കുറച്ചുകൂടി പുതുക്കി മറ്റു രൂപം നൽകി നവീകരിച്ചുണ്ടാക്കുന്നതേ ഉള്ളൂ. ഉള്ളതിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. ഭൂമിയിൽ മനുഷ്യൻ മരുന്ന് കണ്ടുപിടിക്കുന്നത് ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ നിന്ന് പല കാര്യങ്ങൾ മനുഷ്യൻ ഇതുവരെ മറഞ്ഞിരുന്ന പലതും കൂട്ടിച്ചേർത്ത് കണ്ടുപിടിക്കുന്നതാണ്. അവൻ്റെ ഭാവനയിൽ നിന്ന് അവനൊന്നും അവൻ്റെ സർഗാത്മശക്തിയിൽ നിന്ന് അവനൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ദൈവമെന്ന സത്യം, ദൈവമെന്ന ചിന്ത മനുഷ്യരുടെ മനസ്സിൽ വരണമെങ്കിൽ അത് മനുഷ്യർ വെറുതെ ആലോചിച്ചുണ്ടാക്കിയതല്ല. മനുഷ്യർ ആലോചിച്ചുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. മനുഷ്യന്റെ സങ്കല്പങ്ങൾ ഉന്നതമായ ഒരു വ്യക്തിത്വത്തെ, ഉന്നതമായ ഒരു അസ്തിത്വത്തെ അവൻ്റെ 5 ഇന്ദ്രിയങ്ങളോട് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല, ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റില്ല. അത് അവൻ്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള അറിവുകൾക്കും അപ്പുറമാണ്. നമ്മുടെ എല്ലാം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയ അറിവാണ്. ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച അനുഭവങ്ങൾ, ഒരു തിളച്ച പാത്രത്തിൽ തൊട്ടപ്പോൾ കൈ പൊള്ളി, അതൊരു അനുഭവമാണ്. ഒരു മധുരമായ പാട്ട് കേട്ടു, അതൊരു അനുഭവമാണ്. അപ്പൊ ഇത് അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള മനുഷ്യന്റെ അറിവിനും അപ്പുറമാണ്. ദൈവത്തെ മനുഷ്യൻ ഈ ഇന്ദ്രിയങ്ങളോട് അറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് 6ാം ഇന്ദ്രിയം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് 6ാം ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ചില എന്നെ കുറിച്ച് പറയും. ഉദാഹരണത്തിന് 6ാം ഇന്ദ്രിയ എന്ന് പറഞ്ഞാൽ വവ്വാൽ അല്ലെങ്കിൽ നരിച്ചീറിന്റെ വിക്ഷേപണ സംവിധാനം പോലെയുള്ള ഒന്നാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ 6ാം ഇന്ദ്രിയം, ഈ 5 ഇന്ദ്രിയങ്ങളെ കൂടാതെ മറ്റൊരു ഇന്ദ്രിയമുണ്ട്, അത് 6ാം ഇന്ദ്രിയമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ 6ാം ഇന്ദ്രിയം? അതിന് പറഞ്ഞ മറുപടി ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ നരിച്ചേർന്ന വവ്വാലിന്റെ വിക്ഷേപണ സംവിധാനം പോലെയുള്ള ഒന്നാണെന്ന് പറഞ്ഞാലും നമ്മളത് വിവരിക്കാൻ ഉപയോഗിച്ചത് വവ്വാൽ എന്ന് പറയുന്ന മൃഗത്തെയാണ്, അല്ലെങ്കിൽ ജന്തുവിനെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഒന്നിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമേ ഒന്നിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ബോട്ട് എന്ന ആശയം എവിടെ നിന്ന് വന്നു? വിമാനം എന്ന ആശയം എവിടെ നിന്ന് വന്നു? നമ്മൾ ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫോർക്ക് എന്ന ആശയം എവിടെ നിന്ന് വന്നു? ഈ വീലിടുന്ന ആശയം എവിടെ നിന്ന് വന്നു? അപ്പൊ ഈ ആശയങ്ങൾ വന്നത് ഒരാവശ്യത്തിൽ നിന്നാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ മതിയായില്ല, പോരാ എന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ നമ്മൾ കാലിടറി വീഴുകയും ഇതുപോലെ ഇതൊന്ന് നവീകരിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് വന്നതാണ് പുതിയ ആശയം. ഇന്ന് രാവിലെ ഞാൻ മൊബൈൽ ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തിൽ തന്നെ മൊബൈൽ ചാരി വയ്ക്കാൻ വീഴാതെ ചാരി വയ്ക്കാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനത്തോടുള്ള ചാർജർ കണ്ടുപിടിച്ചിരിക്കുന്നു. മതിലിൽ കുത്തിവെക്കുകയും ചെയ്യും, അതിനകത്ത് തന്നെ മൊബൈൽ ഇങ്ങനെ ചാരി വയ്ക്കുകയും വീഴുകയുമില്ല. അത് ലോക്കിംഗ് സംവിധാനവുമുണ്ട്. ഒരു ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മൊബൈൽ മതിലിൽ കുത്തിവെച്ച് പലപ്പോഴും വീണതിൻ്റെ അനുഭവത്തിൽ നിന്ന്, പലപ്പോഴും മൊബൈൽ പൊട്ടിപ്പോയതിൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ കണ്ടുപിടിച്ചതാണ്.
അപ്പൊ അത് കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഇവിടെ നേരത്തെ തന്നെയുള്ള ആശയങ്ങളെ രൂപീകരിച്ചത്, ഏകീഭവിച്ച് അല്ലെങ്കിൽ അതിനെ നവീകരിച്ച് മറ്റു രൂപം നൽകിയതാണത്. നമ്മളൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്നെങ്കിലും നേരത്തെ ഉള്ള ആശയം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ രസകരം നമ്മൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് പോകാതെ ഈ തത്വശാസ്ത്രം അഥവാ ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ചിന്ത മനുഷ്യൻ എവിടെ നിന്ന് വന്നു? കൂടുതലൊന്നും വിശദാംശങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, കാരണം മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും സൃഷ്ടിക്കാൻ കഴിവില്ല എന്നുള്ള വാസ്തവമാണ്. അവരെന്തെങ്കിലും ഭൂമിയിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഉള്ള ഒന്നിൽ നിന്ന് മാത്രമാണ് സൃഷ്ടിക്കുന്നത്. ഉള്ളത് ഇപ്പോൾ പോരാ എന്ന് വന്നപ്പോൾ അതിൽ നിന്നാണ് പുതിയതുണ്ടായത്. അതിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നിലനിൽക്കുന്ന ഒന്നിൽ തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ദൈവം എന്ന ചിന്ത എവിടെ നിന്നുണ്ടായി? വ്യക്തമായി നമുക്കറിയാം, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവ സൃഷ്ടിയാണ്. അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ലോകത്തിലാണ്, ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യമുള്ള സ്ഥലത്താണ്. ദൈവത്തിൽ ചോദിച്ച്, കണ്ണ് സൃഷ്ടിച്ചവൻ കാണുന്നില്ലയോ? ചെവി നിർമ്മിച്ചവൻ കേൾക്കുകയില്ലയോ? ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ ഉള്ളിലെ ദൈവമെന്ന സങ്കല്പം, അവൻ ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉത്ഭവിച്ചത്. ദൈവമുണ്ട്, അവൻ കണ്ടെത്തണം. ദൈവമുണ്ട് എന്ന ആദ്യത്തെ തിരിച്ചറിവ്. പക്ഷെ അവൻ ദൈവം ആരെന്ന് കണ്ടെത്തണം, അത് അവൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ദൈവമെന്ന ചിന്ത വന്നത് അതുകൊണ്ട് തന്നെയാണ്, ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. വളരെ പദാർത്ഥത്തിൽ നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചതെങ്കിൽ എന്തിനു വേണ്ടിയാണ് പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ച മനുഷ്യൻ ദൈവത്തിന്റെ അസ്തിത്വത്തെ തേടേണ്ടത്? അവൻ പദാർത്ഥമായിട്ട് അവസാനിച്ചാൽ പോരെ? അവനെവിടെ നിത്യത? അവനെവിടെ രക്ഷ? അവനെവിടെ ദൈവം? എൻ്റെ ആവശ്യമെന്ത്? ഇത് വെറും പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മനുഷ്യനെങ്കിൽ അവൻ എന്തിനാണ് ദൈവം? ഇപ്പൊ നാം വ്യക്തമായി കണ്ടു, അവന് അവൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ അനുഭവിച്ചതിനപ്പുറമായിട്ട് അവനൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വന്തം അനുഭവത്തിലൂടെ അവൻ അനുഭവിച്ചതിനപ്പുറമായിട്ട് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യന് പൂർണ്ണതയുള്ള, തികവുള്ള, സർവജ്ഞാനിയായ, നിത്യനായ, ശാശ്വതവാസിയായ, ശക്തനായൊരു ദൈവമെന്ന ചിന്ത മനുഷ്യന്റെ ഇത്ര വർഷത്തെ ഭൂമിയിലെ ജീവിത അനുഭവത്തിൽ നിന്ന്, സകല മനുഷ്യരുടെ അനുഭവത്തിൽ ഉരുത്തിരിഞ്ഞു വരില്ല. മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവനയ്ക്ക് വഴിയില്ല. ഇത്രയും പൂർണ്ണതയുള്ള ദൈവം, നിത്യനായ ദൈവം, പദാർത്ഥത്തിൽ ഉത്ഭവിച്ച മനുഷ്യരുടെ മനസ്സിൽ എങ്ങനെ ആ ചിന്ത വരുന്നു? നിത്യനായ ദൈവം, സത്യസമാനായ ദൈവം, പൂർണ്ണതയുള്ള ദൈവം, നല്ലവനായ ദൈവം, കരുണയുള്ള ദൈവം. ഈ ചിന്തകളൊക്കെ എവിടെ നിന്ന് വന്നു? കാരണം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കർശനമായ മനസ്സിന്റെ വിശകലനത്തിൽ അടിസ്ഥാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ അനുഭവങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതത്തിൽ അവന് ദൈവം എന്ന സങ്കല്പത്തിന് ഒരു സാധ്യതയുമില്ല. ഇപ്പൊ ദൈവം ഉണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, അദൃശ്യനായിട്ടുണ്ട്, എല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ അവൻ്റെ കണ്ണുകൾ മുകളിലോട്ട് ഉയർത്തുന്നത്, ഉന്നതമായ ശക്തിയെ തേടുന്നത്. അല്ലാതെ അവനൊരിക്കലും ദൈവത്തെ അവൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ കണ്ടു. കാരണം ഈ 5 ഇന്ദ്രിയങ്ങളോട് അവന് കണ്ടെത്താൻ പറ്റില്ല ദൈവത്തെ. മറ്റൊരു അവസ്ഥ ദൈവം ആത്മാവാണ്. ഇപ്പൊ പദാർത്ഥത്തിൽ നിന്ന് ദൈവവിശ്വാസം രൂപപ്പെട്ടു വരില്ല. ലളിതമായി ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ പറയുകയാണെങ്കിൽ, മനുഷ്യന് ദൈവം എന്ന ചിന്ത ഉണ്ടാകാൻ കാരണം തന്നെ ദൈവം ഉള്ളത് കൊണ്ടാണ്. ദൈവം സാധ്യം. അപ്പോൾ ദൈവം എന്ന ചിന്ത സാധ്യമാണിപ്പോൾ. എല്ലാ മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം, വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ആ ചിന്ത സാധ്യമാണ്. മനുഷ്യന് ദൈവം എന്ന ചിന്ത സാധ്യമാണ്. എന്തുകൊണ്ട്? ദൈവം ഉള്ളത് കൊണ്ട്, ദൈവം വാസ്തവമായതുകൊണ്ട്. അത് അതിനകത്ത് ന്യായക്കേടുമില്ല, വൈരുദ്ധ്യവുമില്ല. ഇപ്പം തള്ളിക്കളയേണ്ട യാതൊരു കാരണവുമില്ല. അങ്ങനെ ദൈവം എന്ന ചിന്ത. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഒന്നുകൂടെ കേട്ടു നോക്കുക. മാത്രമല്ല, മുന്നോട്ടുള്ള പഠനങ്ങൾ ഇത് ലഘൂകരിക്കപ്പെടും. ആദ്യം നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഈ പഠനം, പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പഠനമാണ് ക്രിസ്തീയ വിശ്വാസത്തിലൂടെ. ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങളും വാദഗതികളുമൊക്കെ നമ്മൾ മറ്റു പല കാര്യങ്ങൾ കൂടി ലഭിച്ചു കഴിയുമ്പോൾ കുറെ കൂടി ലളിതമായി മാറും. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട, ഈ വാദഗതിയോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആശയത്തിൽ നമ്മൾ പല കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ലോകത്തിലെ അനുഭവങ്ങൾക്കും അപ്പുറം ഉള്ള അസ്തിത്വത്തെ, ലോകത്തിലെ അനുഭവങ്ങൾക്ക് അപ്പുറമുള്ള അസ്തിത്വമാണ് ദൈവം. ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഊഹിക്കാൻ സാധിക്കില്ല എന്നതിനാൽ
ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത്. മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ പരിമിതമായിട്ടുള്ള ഭാഷ, പരിമിതമായിട്ടുള്ള അറിവ്, പരിമിതമായിട്ടുള്ള അവൻ്റെ ബോധം, അതിൻ്റെ അകത്തു നിന്ന് മാത്രമേ അവൻ്റെ ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റൂ. അതിൻ്റെ അർത്ഥം ദൈവം അത്രയും ഉള്ളൂ എന്നല്ല. ഒരു ചെറിയ പാത്രത്തിനകത്ത് ചെറിയ കപ്പ്, ഒരു വലിയ കപ്പ്, വലിയ ജാറ്, വലിയ കുടം, ഈ കുടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അതിനകത്ത് നിറയ്ക്കാവുന്ന വെള്ളത്തിന് മാറ്റം വരും. ഇപ്പം നമ്മുടെ ഒരു ചെറിയ അറിവിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റില്ല ദൈവം. നമ്മുടെ വാക്കുകൾക്ക്, ഡിക്ഷണറികൾക്ക്, നിഘണ്ടുകൾക്ക്, അതിലടക്കുന്ന വാക്കുകൾ കൊണ്ട് ദൈവത്തെ വിവരിക്കാൻ പറ്റില്ല. ദൈവം വളരെ ഉന്നതനാണ്. ദൈവത്തെക്കുള്ള ചിന്താഗതി നമ്മുടെ പരിമിതമായ അറിവിനുള്ളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ദൈവം എന്നല്ല. ഏതെങ്കിലും മനുഷ്യൻ പറയുകയാണ് എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയാം, എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കിയ ദൈവം വചനത്തിലെ ദൈവമല്ല, സത്യദൈവമല്ല, അവൻ സൃഷ്ടിച്ച ദൈവമാണ്. ഞാനൊരു തടി കൊണ്ട് ഒരു രൂപം കുത്തി ഉണ്ടാക്കി അതിൻ്റെ നിറമടിച്ച് പെയിൻ്റ് അടിച്ച് ലൈറ്റിട്ട് ഒരു കണ്ണാടിക്കുട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഉണ്ടാക്കിയ രൂപത്തെ, അവിടെ എവിടെയൊക്കെയാണ് കുത്തുപണികൾ നടത്തിയത്. മനുഷ്യൻ്റെ അദൃശ്യമായ കണ്ണുകൾ കാണാൻ പറ്റാത്ത രേഖകൾ, വരകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് സാധാരണ പെട്ടെന്ന് നോക്കിയാൽ കാണാം, പക്ഷെ ഉണ്ടാക്കി എനിക്കറിയാം, ഞാൻ സൃഷ്ടിച്ച എനിക്കറിയാം. അത് കള്ളിമണ്ണിൽ നിന്നാവും, പാറയിൽ നിന്നാകട്ടെ, മണ്ണിൽ നിന്നാകട്ടെ, വാർത്ത ആകട്ടെ, ഉണ്ടാക്കിയെടുത്ത രൂപത്തിൻ്റെ എല്ലാ വിശദാംശം, അതിൻ്റെ അകത്ത് എത്രമാത്രം സിമൻറ്റും കമ്പിയും ചരലും വെള്ളവും ഒക്കെ ചേർത്തിട്ടുണ്ടെന്ന് സൃഷ്ടിച്ച എനിക്കറിയാം. അപ്പോൾ എനിക്ക് അങ്ങനെ അറിയാൻ കഴിയുമെങ്കിൽ അത് വെറും വിഗ്രഹമാണ്, മനുഷ്യ സൃഷ്ടിയാണ്, ദൈവമല്ല. ദൈവത്തെക്കുറിച്ച് മനുഷ്യന് മുഴുവൻ അറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ പറയുന്ന ദൈവം യഥാർത്ഥ ദൈവമല്ല. ദൈവത്തെ ആർക്കും അറിയാൻ പറ്റില്ല. ദൈവത്തെ വെളിപ്പെടുത്താതെ ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കെല്ലാം അതിരുകളുണ്ട്, പരിമിതമുണ്ട്. ജനിച്ചു അമ്മയുടെ ഗർഭപാത്രത്തിലെ ഓർമ്മകൾ നമുക്കുണ്ടോ? ഇല്ല. പ്രസവിച്ച ദിവസത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാമോ? ഇല്ല. എത്ര നാളത്തെ അനുഭവങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഓർക്കാൻ പറ്റും? മുന്നോട്ടുള്ള എത്ര വർഷത്തെ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും? ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് എത്ര ദൂരം നോക്കിയാൽ കാണാൻ പറ്റും വ്യക്തമായി? വിമാനത്തിൽ കയറി സഞ്ചരിക്കുക, താഴേക്ക് നോക്കിയാൽ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെ വിമാനം പോകുമ്പോൾ നിങ്ങളുടെ വീട് കാണാൻ പറ്റുന്നുണ്ടോ? വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്ന അപ്പനെയും അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ? വളരെ ഉയർത്തി പറക്കുന്ന വിമാനത്തിൽ നമ്മുടെ കാഴ്ചയുടെ പരിമിതി, കേൾവിയുടെ പരിമിതി, ചിന്തയുടെ പരിമിതി, എല്ലാം പരിമിതമുള്ളതാണ് മനുഷ്യൻ. ഈ പരിമിതമായ മനുഷ്യൻ ദൈവത്തെ അറിയാം, എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അവൻ അറിയുമെന്ന് പറയുന്ന ദൈവം അവൻ സൃഷ്ടിച്ച ദൈവത്തെയാണ്, യഥാർത്ഥ ദൈവത്തെ അല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മാനുഷികമായ വാക്കുകളും അറിവുകളും ചിന്താഗതികളും എല്ലാം പരിമിതമായതുകൊണ്ട് അതിൻ്റെ അകത്ത് ദൈവത്തെ നിർവചിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അപ്പുറം വെളിപ്പെടുത്താൻ പറ്റില്ല. ഇത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനപ്പുറം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ക്രിസ്തു തന്നെ പറഞ്ഞു, ഇതിനപ്പുറം നിങ്ങൾക്ക് വഹിക്കാൻ പറ്റില്ല, എല്ലാം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. ദൈവത്തെ പൂർണ്ണമായി കർത്താവിന് വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ടല്ലോ, എല്ലാം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല എന്ന് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയും. ആവർത്തന പുസ്തകം 29 വാക്യം നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ കാണാം. അപ്പം നമ്മുടെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നതല്ല ദൈവം. ഇപ്പം ദൈവം നമ്മുടെ നിഘണ്ടുകളുടെ വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങില്ല. ദൈവം ആരെന്ന് നിഘണ്ടു നോക്കിയാൽ പറയാൻ പറ്റില്ല. ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടാലും ദൈവം ആരെന്ന് പറയാൻ പറ്റില്ല. ആ വ്യക്തിയുടെ അറിവിനകത്ത് മാത്രമാണ് അദ്ദേഹം പറയുന്ന ദൈവം. അതിലെത്ര വലുതാണ്. ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ദൈവം, അനന്തമായ അഖിലാണ്ടത്തെ, സൗരയുധത്തെ, നക്ഷത്രങ്ങളെ വാരി വിതറിയ ദൈവം. യെശയ്യാപ്രവചൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. സമുദ്രത്തിലെ വെള്ളത്തെ തൻ്റെ കയ്യിൽ എടുത്ത ദൈവം, അളന്ന ദൈവം, ഭൂമിയെയും കുന്നുകളെയും തുലാസിൽ നിന്നുള്ള തൂക്കി നോക്കി അളക്കുന്ന ദൈവം. അതിൻ്റെ വലിപ്പം എത്രയാണ്? സ്വർഗമെൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠവുമാണ്. അതിൻ്റെ വലിപ്പം എത്രയാണ്? ആ ദൈവത്തെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? യോബിൻ്റെ ദൈവം പറഞ്ഞു, നീ അനുഭവിക്കുന്നതിൻ്റെ വിഷയത്തിൻ്റെ കാരണം പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെയാണ് വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളാൽ നാം പരിമിതപ്പെട്ടവരാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പരിമിതികളുണ്ട്. ഒരു പരിധിക്കപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. ഒരു പരിധികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഭാവനകളും സങ്കല്പങ്ങൾക്കും പരിമിതികളുണ്ട്. അതിനകത്ത് ദൈവത്തെ ഉൾക്കൊള്ളാനായിട്ടും പൂർണ്ണമായും മനസ്സിലാക്കാനും കഴിയും. ഈ വാക്യം വായിച്ച് അവസാനിപ്പിക്കേണ്ട. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചിന്തയാണ്. തത്വശാസ്ത്രം അല്ലെങ്കിൽ ഈ സത്വശാസ്ത്രം എന്ന് പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ ചിന്ത, ദൈവമെന്ന ചിന്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകാൻ കാരണം ദൈവം ഉള്ളത് കൊണ്ടാണ്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം മലയാളത്തിൽ 28-ാം വാക്യം
മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത് അത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങൾ വെച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്ക് നമ്മുടെ മക്കൾക്കുള്ളവയാണ്. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ദൈവത്തിന് മാത്രം മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവം മർമ്മം എന്ന് വിളിക്കുവാൻ. മർമ്മം പിന്നീട് ചില സമയത്ത് ചിലർക്കത് വെളിപ്പെടുത്തും. പുതിയ സഭ മർമ്മമായി. ദൈവം തൻ്റെ വിളിക്കുന്ന വേർതിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും തൻ്റെ ആത്മാവിനെ നൽകി മുദ്രയിടും എന്നുള്ളത് മർമ്മമായി. മർമ്മം ദൈവത്തിൽ, പക്ഷെ ദൈവത്തിന് മർമ്മമല്ല, മനുഷ്യർക്ക് മർമ്മം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുണ്ട്. ഇപ്പം പരിമിതമായ നിലയിൽ മാത്രമേ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇപ്പം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ മാത്രമേ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റുകയുള്ളൂ. ദൈവം മോശം, എൻ്റെ മുഖം നിനക്ക് കാണാൻ പറ്റില്ല. ദൈവത്തെ കാണാൻ ഒരു മനുഷ്യനും കഴിയില്ല. ദൈവത്തിൻ്റെ തേജസ്സോടുകൂടിയുള്ള പ്രഭയോടുകൂടിയുള്ള അവസ്ഥയെ ഒരു മനുഷ്യന്, ഈ മൺകൂടാരമായ മനുഷ്യന് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ പിന്നീട് നമ്മൾ കാണും, കർത്താവ് യേശുവിൻ്റെ വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട് ഈ ശരീരത്തിൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകിയാൽ നാം അവനോട് സദൃശന്മാരാകും. ഈ നമ്മളെ ചിന്തയെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ തെളിവ്, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവ്. അതാണ് നമ്മുടെ വിഷയം. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാദഗതി ദൈവമെന്ന ചിന്ത, ഈശ്വര സങ്കല്പം എന്ന് നമ്മൾ പറഞ്ഞാൽ, ദൈവമെന്ന ചിന്ത, സങ്കല്പം എവിടെ നിന്ന് മനുഷ്യൻ്റെ മനസ്സിൽ വന്നു? മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കാൻ പറ്റില്ല. സങ്കല്പിച്ച് ഭാവനയിൽ നിന്ന് സൃഷ്ടി നടത്താൻ പറ്റില്ല. അവനായിരിക്കുന്ന ഭൂമിയിൽ അവന് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത 5 ഇന്ദ്രിയങ്ങളോട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭവത്തെ, ഒരു അസ്തിത്വത്തെ, ഒരു ഉണ്മയെ അവന് സൃഷ്ടിക്കാൻ പറ്റില്ല. അത് അവൻ സൃഷ്ടിച്ചാണെങ്കിൽ അവൻ സൃഷ്ടിച്ച എങ്ങനെയുള്ള ഉണ്മയാണ്? അത്യുന്നതനും നിത്യനും പരിശുദ്ധനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമായ ഒരു അസ്തിത്വത്തിൻ്റെ സൃഷ്ടി ചിന്ത അവൻ്റെ മനസ്സിൽ വരില്ല. എന്നാൽ മനുഷ്യൻ പരിമിതനാണ്. പരിമിതമായ മനുഷ്യൻ്റെ മനസ്സത് വരില്ല. അത് ദൈവം കൊടുത്ത്, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവാണത്. മനുഷ്യനെ ദൈവം ചിന്തിക്കുന്നു, മനുഷ്യന് ദൈവം വേണമെന്ന ചിന്ത. നാം ദൈവത്തിലല്ലോ വസിക്കുന്നത്, ഇരിക്കുകയും ചരിക്കുകയും ചെയ്ത അവരിലാണ്. അതുകൊണ്ടാണ് ചിന്തയുള്ളത്, ദൈവമെന്ന ചിന്ത. ഇത് ബുദ്ധിമുട്ടായ വാദമാണ്, പെട്ടെന്ന് പുച്ഛിച്ച് തള്ളുന്ന വാദമാണ്. പക്ഷെ ഇത് ദൈവ മക്കളെ സംബന്ധിച്ച അനുഗ്രഹമാണ്. ഇതിൻ്റെ കൂടുതൽ അറിവിലേക്ക് നമുക്ക് അടുത്ത നാളുകളിൽ, കുറച്ച് നാളുകൾക്ക് ശേഷം വിഷയം പലതരത്തിൽ നമ്മൾ പഠിക്കും. അന്നേരം കൂടുതൽ ബോധ്യപ്പെടും, ലളിതമായി മാറും. പക്ഷെ അതുവരെ കൂടെ യാത്ര ചെയ്യണം. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് മുടക്കി കളയരുത്, കൂടെ യാത്ര ചെയ്യണം. നിങ്ങളെ സഹായിക്കട്ടെ. ദൈവമുണ്ട്. അടിവരയിട്ട് അവസാനിപ്പിക്കുമ്പോൾ ദൈവമുണ്ട്. നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്ന, നമ്മുടെ വേദനകളുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന, അശരണനെ കൈവിടാത്ത, നിരാലംബരെയും അനാഥരെയും വിധവമാരെയും കൈവിടാത്ത, നമ്മളെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളുപരി നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ പിതാവായി വെളിപ്പെട്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കാണിച്ചു തരാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ആ സാന്നിധ്യം ദൈവ മക്കളിൽ നിന്ന് അനുഭവിച്ച് ജീവിക്കുകയാണ്. ദൈവമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും.